കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഹായ് കൂട്ടുകാരെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ യൂട്യൂബ് മൊബൈലിൽ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ പറയുന്ന ഈ അറിവുകൾ നിങ്ങളിൽ പലർക്കും അറിയുമായിരിക്കും, എങ്കിലും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയായി ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ വാട്സപ്പ്, ഫേസ്ബുക്ക് പോലെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയയെ തന്നെയാണ് യൂട്യൂബ്. യൂട്യൂബ് ലോകത്തിലെ രണ്ടാമത്തെ സെർച്ച് എഞ്ചിനായി ആണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഗൂഗിളിന് ശേഷം യൂട്യൂബാണ് ഏറ്റവും കൂടുതൽ സെർച്ചിങ് നടത്തുന്ന മേഖല. ആ യൂട്യൂബ് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചെറിയ നുറുങ്ങുകൾ മാത്രമാണ് ഈ വീഡിയോ. സോ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി ഞാൻ എൻ്റെ ഫോണിലെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ട്രെൻഡിങ് ലിസ്റ്റ് നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും. നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വ്യൂസ്, ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിരിക്കുന്ന വീഡിയോസാണ് ട്രെൻഡിങ് ലിസ്റ്റിൽ കാണിക്കാറുള്ളത്. അത് നമ്മൾ നിൽക്കുന്ന രാജ്യത്തിൻ്റെ വീഡിയോസാണ് വരിക. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ലിസ്റ്റിൽ മുമ്പിലുള്ള വീഡിയോസ് നമുക്ക് ലഭ്യമാകും. അത് എങ്ങനെ രാജ്യം ചേഞ്ച് ചെയ്യാം? ഇപ്പോൾ നിങ്ങൾക്ക് അമേരിക്കയിലുള്ള വീഡിയോസ്, ട്രെൻഡിങ് വീഡിയോസ് കാണണമെങ്കിൽ അത് എങ്ങനെ ചെയ്യാം? ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് UAE-യിലായതുകൊണ്ട് എനിക്ക് ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള വീഡിയോസാണ് ട്രെൻഡിങ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അതെനിക്ക് മാറ്റി ഇന്ത്യയിലേക്ക് എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ മറ്റു കൺട്രികളിലേക്ക് എങ്ങനെ മാറാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി അതിൽ ജനറൽ ഓപ്പൺ ചെയ്യുക. ജനറലിൽ അതിൽ ലൊക്കേഷൻ എന്നത് ക്ലിക്ക് ചെയ്ത് അതിൽ നമുക്ക് ആവശ്യമുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇന്ത്യയിലേക്ക് മാറാം. ഇപ്പോൾ ഉള്ളത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. അത് ചേഞ്ച് ചെയ്ത് ഇന്ത്യയിലേക്ക്. ശേഷം നമുക്ക് ട്രെൻഡിങ് ലിസ്റ്റിൽ ഒന്ന് റീഫ്രഷ് ചെയ്താൽ മാറ്റം കാണാം. നമുക്ക് ഇന്ത്യയിലെ വീഡിയോസാണ് ഇപ്പോൾ കൂടുതലും ട്രെൻഡിങ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിൽ നിന്നും അഡൾട്ട് കണ്ടൻറ്റുകൾ എങ്ങനെ നമ്മുടെ ന്യൂസ് ഫീഡിലും ട്രെൻഡിങ് ലിസ്റ്റിലും വന്ന് കിടക്കുന്നവ റിമൂവ് ചെയ്യാം എന്ന് നോക്കാം. നമ്മുടെ കുട്ടികളും ബന്ധുക്കളും നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ അത്തരം വീഡിയോസ് അവർ കാണാതിരിക്കാൻ നമ്മുടെ യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ എന്ത് മാറ്റം വരുത്തണമെന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം സെറ്റിങ്സ് എടുക്കണം. സെറ്റിങ്സിൽ ജനറൽ ഓപ്പൺ ആക്കിയതിന് ശേഷം ഏറ്റവും താഴെ റെസ്ട്രിക്റ്റ് മോഡ് ഇനേബിൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ന്യൂസ് ഫീഡിലും ട്രെൻഡിങ് ലിസ്റ്റിലും അത്തരം വീഡിയോകൾ വരാതെ ഒരു പരിധി വരെ സഹായിക്കുന്നതാണ്. നമുക്കറിയാം, വീഡിയോ ഫോർവേഡ് ചെയ്യാൻ വീഡിയോയുടെ ലെഫ്റ്റ് ഓർ റൈറ്റ് സൈഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ചെയ്യാൻ കഴിയുന്നതാണ്. എങ്കിൽ അതിൽ 10 സെക്കൻഡാണ് ബൈ ഡിഫാൾട്ട് ടൈം യൂട്യൂബ് ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അതിലെ ടൈം എങ്ങനെ ചേഞ്ച് ചെയ്യാം? 5 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് വരെ ടൈം നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, ജനറൽ ഓപ്പൺ ചെയ്യുക. അതിൽ ഡബിൾ ടാപ്പ് ടു സീക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ എത്ര സെക്കൻഡ് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നോക്കൂ, 30 സെക്കൻഡാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഓരോ 30 സെക്കൻഡ് വെച്ചാണ് ഫോർവേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്.